ഒഡീഷയിൽ ബജ്രംഗ്ദൾ ആക്രമണം നേരിട്ട വൈദികൻ ലിജോ നിരപ്പാലിന്റെ വീട് സന്ദർശിച്ച മന്ത്രി വി.എൻ. വാസവൻ. ഛത്തീസ്ഗഡിലെ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഒഡീഷയിലുണ്ടായത്. കന്യാസ്ത്രീകൾ മാത്രമല്ല, ഭരണഘടനയും കൽത്തുറങ്കിലാണെന്നും മന്ത്രി പറഞ്ഞു. 70-നും 80-നും ഇടയിൽ ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് വൈദികന്റെ പിതാവ് എ.വി. ജോർജ് പറഞ്ഞു. ഒഡീഷയിൽ ആക്രമണം നേരിട്ട വൈദികൻ ലിജോ നിരപ്പേലിന്റെ വീട്ടിലാണ് കുടുംബത്തിന് പിന്തുണയുമായി മന്ത്രി വി.എൻ. വാസവൻ എത്തിയത്. കുറവലങ്ങാട്ടെ വീട്ടിലെത്തിയ മന്ത്രി അരമണിക്കൂറോളം കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തുടർച്ചയായി ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമാണ് ഒഡീഷയിലെ ആക്രമണം. കന്യാസ്ത്രീകൾ മാത്രമല്ല, ഭരണഘടനയും കൽത്തുറങ്കലിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ ഇന്നത്തെ ഒഡീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ പരിപാവനമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൽത്തുറങ്കിലാക്കിയിരിക്കുന്നത്. സംഘടിതമായ ആക്രമണമായിരുന്നു തന്റെ മകൻ ലിജോയ്ക്ക് നേരെ ഉണ്ടായതെന്ന് പിതാവ് എ.വി. ജോർജ് പറഞ്ഞു. അവർക്ക് ഈ സമാധാന ഇതൊന്നും അല്ലല്ലോ. അവർ നേരെ വിളിച്ച് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല, ഞങ്ങൾ BJP-ക്കാരാണ്, ഞങ്ങൾ പറയണേ നടക്കുള്ളൂ എന്നും പറഞ്ഞുള്ള ബജ്രംഗ്ദൾ ആ ആയിരുന്നു. അപ്പം ഇവർക്ക് യാതൊരു നിർവാഹമില്ലാത്ത രീതിയിൽ ഇവർ ഈ വിസ്താരമില്ലാത്തത് കൊണ്ട് ക്രൗഡിലകപ്പെട്ട് ഇവർ അങ്ങനെ അവിടെ ഉന്തും തള്ളുമൊക്കെ നടന്ന് പ്രശ്നങ്ങളായി. ആരോ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നപ്പം 45 മിനിറ്റ് വൈകിയെന്നാണ് പറഞ്ഞു. അവിടെ അതുവരെ ഇവരുടെ കസ്റ്റഡിയിലാണ് നിന്ന്. ബുധനാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ക്രിസ്ത്യൻ കുടുംബത്തിലെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് ആക്രമണം ഉണ്ടായത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.